വെനിസ്വേലയുടെ വ്യോമപാത അടച്ച് അമേരിക്ക. ഏത് നിമിഷവും വെനിസ്വേലയ്ക്കെതിരെ ആക്രമണമുണ്ടായേക്കാം. 3 ആഴ്ചയായി അമേരിക്ക പടക്കപ്പലുമായി കരീബിയൻ കടലിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വെനിസ്വേലയുടെ വ്യോമമേഖല അടച്ചതായി കണക്കാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ഈ മേഖലയിലേക്കുള്ള സേവനം അവസാനിപ്പിച്ചിട്ടുണ്ട്. വെനിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ പുറത്താക്കുകയെന്നാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഫെന്റനിൽ അടക്കമുള്ള മയക്കുമരുന്നുകൾ വെനിസ്വേലയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് എത്തുന്നത് എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. എന്നാൽ യഥാർത്ഥ കാരണം ഇതൊന്നും ആവണമെന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനിസ്വേല. ഇത് കൈക്കലാക്കാനാണ് ട്രംപിന്റെ ശ്രമം എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ സർവീസ് നിർത്തിയ വിമാന കമ്പനികൾ ഒന്നും തന്നെ ഇനി ഇവിടേക്ക് വരണമെന്നില്ലെന്ന് വെനിസ്വേല നിലപാടെടുത്തു കഴിഞ്ഞു. ചൈനയും റഷ്യയും ഇറാനും വെനിസ്വേലയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇറാനും റഷ്യയും വെനിസ്വേലയ്ക്ക് ആയുധം നൽകി വരുന്നുണ്ട്. യുദ്ധമുണ്ടായാൽ റഷ്യൻ നിർമ്മിത Su-30 ഫൈറ്റർ ജെറ്റുകളെ തകർക്കാനാകും ആദ്യം അമേരിക്ക ശ്രമിക്കുന്നത്. വെനിസ്വേലയും അമേരിക്കയും യുദ്ധമുണ്ടാവാൻ മനസ്സിലെങ്കിലും റഷ്യയും ചൈനയും ആഗ്രഹിക്കുന്നുണ്ട്. യുദ്ധമുണ്ടായാൽ 2 രാജ്യങ്ങളും വെനിസ്വേലയ്ക്ക് ആയുധം നൽകുമെന്ന് ഉറപ്പാണ്.